So wishing both of you all the best. Shall we start? Okay, thank you, ma'am. സ്റ്റാർട്ട് ചെയ്യാം. ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എന്റെ Very പേര് good evening. ഫൗസിയ. തൃശൂർ ജില്ലയിലെ പാവറട്ടിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാനൊരു റെമഡിയൽ ട്രെയിനറാണ്. അതുകൂടാതെ ട്രെയിനേഴ്സ് ട്രെയിനിങ് കോഴ്സിലെ 23ാമത്തെ ബാച്ചിലെ സ്റ്റുഡന്റ് കൂടിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയവരാണ് ഇവിടെ ക്ലാസുകൾ എടുക്കാറുള്ളത്. ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ കാരണം ഞാൻ ഇൻഡിവിജ്വൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. എന്നാലും ഒരു ഗ്രൂപ്പിനോട് സംസാരിക്കാൻ എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ആ ഒരു ഫിയർ ഒന്ന് ഓവർകം ചെയ്യാനും പിന്നെ എൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും വേണ്ടിയാണ് ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ഈ ട്രെയിനിങ്ങിന് ശേഷം മറ്റുള്ളവരെക്കാൾ നമ്മൾ എത്ര മുന്നിലെത്തി എന്നതിനേക്കാൾ പഴയ നമ്മളിൽ എന്തുമാത്രം മാറ്റം ഉണ്ടായി എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് നമ്മുടെ കഴിവുകളെല്ലാം തേച്ചു മിനുക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഒരു ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി നമുക്ക് അർച്ചന മാമും ഫൈസൽ സാറും എല്ലാവിധ സഹായ സഹകരണങ്ങളും തരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്കിൽ നമ്മോട് സംസാരിക്കാൻ എത്തുന്നത് ഹസീന മാം ആണ്. മാം BSc നഴ്സിംഗ് ഗ്രാജുവേറ്റ് ആണ്. പിന്നെ കൗൺസിലിംഗ് സൈക്കോളജിയിലാണ് മാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം ഒരു കൗൺസിലറായും പ്രവർത്തിക്കുന്നുണ്ട്. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് സ്റ്റോം ഓർ സ്ട്രെങ്ത് അണ്ടർസ്റ്റാൻഡിങ് ടീനേജ് മൂഡ് സ്വിങ്സ് എന്നതാണ്. നമുക്കറിയാം, കൗമാരം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണതകൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. മാനസികമായിട്ടും ശാരീരികമായിട്ടും വൈകാരികമായിട്ടും നിരവധി മാറ്റങ്ങൾ ഈ കാലത്ത് ഉണ്ടാവുന്നുണ്ട്. ഒരു കുട്ടിയിൽ നിന്ന് മുതിർന്ന ആളിലേക്കുള്ള മാറ്റം കുട്ടികളിലും അതുപോലെ തന്നെ പാരന്റ്സിലും നിരവധി ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാൻ ഞാൻ എൻ്റെ ബാച്ച്മേറ്റ് കൂടിയായ ഹസീന മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ഹസീന മാം. താങ്ക് യു ഫൗസിയ മാം. തുടങ്ങാമല്ലോ അല്ലെ ഹർഷന മാം? Yes, go ahead. Okay. Good evening, all of you. ഗുഡ് ഈവനിങ്. Very good evening. ഫസ്റ്റ് ഞാൻ താങ്ക് യു പറയുന്നത് ഫൗസിയ മാമിനോടാണ്. എൻ്റെ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ് ഫൗസിയ മാം. താങ്ക് യു ഫൗസിയ മാം ഫോർ ഗിവിംഗ് സച്ച് എ നൈസ് ഇൻട്രൊഡക്ഷൻ ഫോർ മീ. ഓൾറെഡി പറഞ്ഞല്ലോ 23rd ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് ഞാൻ. സോ ഐ എം സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ബിക്കോസ് ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ നിന്നിട്ടുള്ളത് ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അത് നമ്മുടെ വിംബിൾ അക്കാഡമി ഒരുക്കി തന്ന ഈ ഒരു അവസരം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സോ അതിന് ഞാൻ താങ്ക്ഫുൾ ആയിരിക്കും എന്നും ഫൈസൽ സാറിനോടും അർച്ചന മാമിനോടും. സോ താങ്ക് യു ഫൈസൽ സാർ ആൻഡ് അർച്ചന മാം. ഈ അവസരത്തിൽ ഞാൻ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ബിക്കോസ് അവരുടെ പെർഫെക്റ്റ് മെന്ററിങ് സപ്പോർട്ട് ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കില്ലായിരുന്നു. സോ താങ്ക് യു അർച്ചന മാം ആൻഡ് ഫൈസൽ സാർ. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ടീനേജ് മൂഡ് സ്വിങ്സ് എന്നതാണ്. അതായത് നമ്മുടെ ടീനേജ് എന്ന് പറയുന്നത് 13 ഇയേഴ്സ് മുതൽ 19 ഇയേഴ്സ് വരെയാണല്ലോ അല്ലെ? അതിനെയാണ് ടീനേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ അഡോളസെന്റ് പീരീഡ് എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ദാറ്റ് ഈസ് അഡോളസെന്റ് പീരീഡ് എന്ന് പറയുമ്പോൾ അതിൽ 10 ഇയേഴ്സ് ടു 19 ഇയേഴ്സ് വരെ വരുന്നുണ്ട്. സോ നമ്മുടെ ടോപ്പിക് ടീനേജ് ആയതുകൊണ്ട് 13 ഇയേഴ്സ് ടു 19 ഇയേഴ്സ് എന്ന് നമുക്ക് പറയാം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ എത്ര പേരുടെ വീട്ടിൽ ടീനേജ് ആയിട്ടുള്ള കുട്ടികളുണ്ട്? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങളുടെ വീട്ടിൽ ടീനേജ് ഉള്ള കുട്ടികളുണ്ടോ എന്നുള്ളതാണ്. ചാറ്റ് ബോക്സിൽ യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യാമോ? ഓക്കെ, ചിലർ എസ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, ചിലർ നോ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്.
എന്നെ കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കാം കേൾക്കാം ക്ലിയർ ഓഡിബിൾ ആണ്. ഓക്കെ താങ്ക് യു. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ കുട്ടി ഒരു ദിവസം വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ദിവസം കുട്ടി ഭയങ്കര സാഡ് ആയിട്ട് ഇരിക്കുന്നു. ഇപ്പം വേറൊരു ദിവസം ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ഇരിക്കുന്നത്. ചില സമയം നിങ്ങൾ എന്ത് പറഞ്ഞാലും കുട്ടി ഭയങ്കര ബാക്ക് ആൻസർ പറഞ്ഞിട്ട് നിങ്ങളെ ഭയങ്കര ദേഷ്യം പിടിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ എന്തായിട്ട് ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക? പെട്ടെന്ന് ഫീലിങ്സ് എന്താ വരിക നിങ്ങളുടെ മനസ്സിൽ? ദേഷ്യം തോന്നും. ദേഷ്യം തോന്നും. വേറെ എന്തെങ്കിലും ഫീലിങ്സ് വരുമോ? ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. അതെ. ഓക്കെ താങ്ക് യു സോ മച്ച്. നമുക്കും പല പല ഫീലിങ്സ് വരും അല്ലേ? ചിലർക്ക് പെട്ടെന്ന് അവര് തിരിച്ച് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ തിരിച്ചതേപോലെ ദേഷ്യം പിടിക്കും. പിന്നെ ചില സമയത്ത് നമുക്കും ആ ഒരു ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പൊ ടീനേജേഴ്സ് എന്ന് പറഞ്ഞാല് അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ടീനേജ് മൂഡ് സ്വിങ്സ് എന്നതാണല്ലോ. സോ ടീനേജിന്റെ മൂഡ് സ്വിങ്സ് പറയുമ്പോൾ നമുക്ക് ടീനേജിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ഈ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് അവരിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ടീനേജിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇപ്പൊ എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ് എന്ന് നമുക്ക് നോക്കണം. ഫസ്റ്റ് ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് അവരുടെ സൈസിലും ബോഡി ചേഞ്ചസ് വരുന്നതാണ്. അതായത് ഇപ്പൊ ഗ്രോത്തിന്റെ എക്സാമ്പിൾ ആണ് ഹൈറ്റ് കൂടുന്നു, വെയിറ്റ് കൂടുന്നു, ഇവയെല്ലാം അവരിൽ വരുന്ന മാറ്റങ്ങളാണ്. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓരോരോ ബോഡി ഓർഗൻസും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്. സോ നമുക്ക് പ്രധാനമായിട്ടും എന്തൊക്കെയാണ് വളർച്ച എന്ന് നോക്കാം. ടീനേജ് ഗ്രൂപ്പിൽ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഗ്രോത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ശാരീരിക വളർച്ച. നമ്മൾ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് ആണെങ്കിലും എന്തൊക്കെയാണ് വളർച്ചയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം. ഇപ്പൊ ഗേൾസിലാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ശാരീരികമായിട്ട് വരുന്ന മാറ്റങ്ങൾ? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ശാരീരികമായിട്ട് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നതെന്ന് പറയാമോ ആരെങ്കിലും? ഓക്കെ, ഗേൾസിലാണെങ്കിൽ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഗേൾസില്. ബോയ്സിലാണെങ്കിൽ അവരുടെ ശബ്ദം ഭയങ്കര ഗാംഭീര്യമുള്ള ശബ്ദമായിട്ട് മാറുന്നു. അതുപോലെ തന്നെ ബോയ്സിന് താടി, മീശ, ഇതേപോലെ ശരീരത്തിലുള്ള രോമ വളർച്ചകളൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. സോ ഇവയെല്ലാം ഇത് സാധാരണ കുട്ടികളിൽ അത് മൂഡ് സ്വിങ്സ് ഉണ്ടാക്കാൻ കാരണമാകുമെങ്കിലും അവർക്ക് അറിയുന്നില്ല ഇതൊരു സാധാരണ ഘട്ടത്തിലൂടെയാണ് അവർ വളർന്നു പോകുന്നതെന്ന്, നടന്നു പോകുന്നതെന്ന്. ഓക്കെ, അതുകൊണ്ട് അവരിൽ അത് പലപ്പോഴും അവരുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഹൈപ്പർ ആയിട്ട് ആക്റ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ലോ ആയിരിക്കും, ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് മാനസിക വളർച്ച, അതായത് ഇമോഷണൽ ഗ്രോത്ത്. ഇമോഷണൽ ഗ്രോത്തില് പൊതുവായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തന്നെ അവർ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷം, ദുഃഖം ഇവയൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ ഇവയൊക്കെ പല പല രീതിയിൽ അവർക്ക് മാറി മാറി വരുന്നു. പിന്നെ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ള തോട്ട് അവരിൽ കൂടുതൽ വരുന്നു. ഇവയൊക്കെയാണ് ഇമോഷണൽ ഗ്രോത്തില് വരുന്നത്. ഇതാണ് പ്രധാനമായിട്ടും അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ബോഡിയിൽ ഉണ്ടാവുന്ന ഗ്രോത്ത്, ഇമോഷണൽ ഗ്രോത്ത്. ഇനി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ ഇന്റലക്ച്വൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അതായത് ഭൗതിക വികസനം, കുട്ടികൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവ്. അതുപോലെ തന്നെ എന്തുകൊണ്ട്, എപ്പോൾ എന്നുള്ള ചോദ്യങ്ങൾ, അതേപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുക, നീതി, ശരി, തെറ്റ് ഇവയൊക്കെ ഉണ്ടാവുന്ന ആശയക്കുഴപ്പം, ഇതെല്ലാമാണ് അവയിൽ വരുന്നത്. ഇനി സെക്കൻഡ് വൺ ഡെവലപ്മെന്റില് ഫസ്റ്റ് വൺ ഭൗതിക വികസനം, അതായത് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സെക്ഷുവൽ ഡെവലപ്മെന്റ്. ശരീരത്തെ കുറിച്ചുള്ള കൗതുകം അവരിൽ വരുന്നു. അതേപോലെ ലൈംഗിക ആകർഷണം വരുന്നു. സ്വയം ആശങ്ക, ലജ്ജ ഇവയൊക്കെ അവരിൽ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കണ്ടു അല്ലെ? ഇനി അതുപോലെ തന്നെയാണ് അവരില് ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിൽ മെയിൻ ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അവരുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഇനി ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് പ്രധാനമായിട്ട് 2 തരത്തിലാണ് നമ്മൾ ഈ അക്കോർഡിംഗ് ടു മൂഡ് സ്വിങ്സ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇമോഷണൽ ബ്രെയിൻ ആണ്.
ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്നത് അതിന്റെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ലിംബിക് സിസ്റ്റം എന്നാണ് അതിനെ പറയപ്പെടുന്നത്. ഇമോഷണൽ ബ്രെയിൻ അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം, അതാണ് ഫസ്റ്റ് വൺ. ഈ ലിംബിക് സിസ്റ്റത്തിന്റെ അണ്ടറിൽ പ്രധാനമായിട്ടും 3 വിഭാഗങ്ങളാണ് വരുന്നത് ലിംബിക് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ അമിഗ്ഡാല, സെക്കൻഡ് വൺ ഹിപ്പോക്യാമ്പസ് ആൻഡ് തേർഡ് വൺ ഹൈപ്പോതലാമസ്. ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു സെഷനിൽ പറയാം. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, മൂഡ് സ്വിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇവയൊക്കെയാണ് അവയെ കൺട്രോൾ ചെയ്യുന്നത് എന്നതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ പറയാം. അമിഗ്ഡാല എന്ന് പറയുന്ന പാർട്ടാണ് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹിപ്പോക്യാമ്പസ് എന്ന പാർട്ടാണ് നമ്മുടെ മെമ്മറി സെന്റർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് ആണ് നമ്മുടെ ബോഡിയുടെ ഹീറ്റ് റെഗുലേഷൻസ്, അതുപോലെ ഹങ്കർ, സ്ലീപ്പ് ഇവയെല്ലാം കുറിച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരു പാർട്ടാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഈ ഇമോഷണൽ ബ്രെയിൻ ആണ് ഈ മൂഡ് സ്വിങ്സിനെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്നത്. ഈ ഇമോഷണൽ ബ്രെയിൻ എന്ന് പറയുന്ന പാർട്ട് വളരെയധികം ഫാസ്റ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇത് പെട്ടെന്ന് ഈ ടീനേജ് ഗ്രൂപ്പിലാണ് ഇത് വളരെയധികം ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അവര് ടീനേജ് ഗ്രൂപ്പിലുള്ള ഇമോഷൻസിന്, അതായത് ആങ്കർ, ലവ്, ഫിയർ ആൻഡ് എക്സൈറ്റ്മെന്റ്, ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് ഈ ഇമോഷണൽ ബ്രെയിൻ ഉള്ളത് കൊണ്ടാണ്. സോ അതുകൊണ്ടാണ് ടീനേജ് ഗ്രൂപ്പിൽ ഇവയെല്ലാം ഫാസ്റ്റ് ആയിട്ട് അവർ പെട്ടെന്നായിരിക്കും ഇതെല്ലാം ഉണ്ടാവുന്നത്. ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ഏജ് ഗ്രൂപ്പിൽ വളരെ ഫാസ്റ്റർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇമോഷണൽ ബ്രെയിൻ വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തത് ബ്രെയിൻ ഡെവലപ്മെന്റിൽ നമ്മൾ ഫസ്റ്റ് വൺ പറഞ്ഞത് ഇമോഷണൽ ബ്രെയിൻ ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ലോജിക്കൽ ബ്രെയിൻ. ലോജിക്കൽ ബ്രെയിൻ എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഏരിയ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലാണ് ഉള്ളത്. ഈ ലോജിക്കൽ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ടീനേജ് ഗ്രൂപ്പിൽ. ഇതൊരു 20 to 25 ഇയേഴ്സ് ആകുമ്പോഴാണ് ഇതിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആവുന്നത്. സോ ടീനേജ് ഗ്രൂപ്പിൽ ഇത് വളരെ സ്ലോയിലാണ് ആക്ട് ചെയ്യുക. സോ ഈ ലോജിക്കൽ ബ്രെയിനിനാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ്, സെൽഫ് കൺട്രോൾ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് കോൺസിക്വൻസസ് ഇതൊക്കെ വരുന്നത് ലോജിക്കൽ ബ്രെയിനിലാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ടീൻസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഇമോഷൻസ് ഫുൾ സ്പീഡിൽ വരും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇമോഷണൽ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട്. ആൻഡ് ലോജിക്കൽ ബ്രെയിൻ വളരെ സ്ലോയിലായതുകൊണ്ട് ഈ ഡിസിഷൻ മേക്കിംഗ്, പ്ലാനിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ സ്ലോയിലാണ് സംഭവിക്കുക. അതാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവരുടെ ഇമോഷണൽ ബ്രെയിൻ തന്നെ വർക്ക് ചെയ്യും, വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യും. ആൻഡ് ലോജിക്കൽ ബ്രെയിൻ പലപ്പോഴും വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഔട്ട്സൈഡേഴ്സിന്റെ സഹായം വേണ്ടി വരും. അതായത് നമ്മൾ പാരന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ആണെങ്കിലും ഒക്കെ നമുക്കൊരു ജസ്റ്റ് ഒരു പോസിറ്റീവ് ഒരു ഹെൽപ്പ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോഴാണ് അത് അവർക്ക് വർക്ക് ചെയ്യുക. കാരണം അവരുടെ വളർച്ച, ലോജിക്കൽ ബ്രെയിനിന്റെ വളർച്ച കുറച്ച് സ്ലോയിലായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. സോ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമ്പോൾ അത് കൂടുതൽ മനസ്സിലാവും. ഒരു പവർഫുൾ കാർ വിത്ത് വീക്ക് ബ്രേക്ക് എന്തായിരിക്കും സംഭവിക്കുക? ബ്രേക്കിന്റെ കൺട്രോൾ ഉണ്ടാവത്തില്ലാത്തതുകൊണ്ട് ആക്സിഡന്റിൽ ചെന്ന് വിടും. ഓക്കെ, താങ്ക് യു സൂസൻ മാം. എന്താന്ന് വെച്ചാൽ പവർഫുൾ കാർ ആവുന്നതുകൊണ്ട് നല്ല സ്പീഡ് ഉണ്ടാവും, ബാക്കിയുള്ള എല്ലാ പെർഫോമൻസും വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. ആൻഡ് വിത്ത് വീക്ക് ബ്രേക്ക് സിസ്റ്റം വളരെ വീക്കാണ്. സോ നമുക്ക് ഒരു ബ്രേക്ക് പിടിക്കേണ്ട സമയം വരുമ്പോൾ ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല. അതാണ് ടീനേജിൽ സംഭവിക്കുന്നത്. ഈ പവർഫുൾ ആണ്, കാറിന്റെ പവർ ആണ് അതില് ഇമോഷൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഇമോഷണൽ പാർട്ട് ഓഫ് ബ്രെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ഭയങ്കര സ്പീഡായിരിക്കും, എല്ലാ കാര്യവും അത് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കും. കാരണം അവരുടെ ആങ്കർ, ഹാപ്പിനെസ്, എക്സൈറ്റ്മെന്റ്, ആൻസൈറ്റി ഇതെല്ലാം പെട്ടെന്ന് തീരുമാനം എടുത്ത് അവർക്ക് വരും ആ വികാരങ്ങളൊക്കെ. പക്ഷെ വീക്ക് ബ്രേക്ക് ആയിരിക്കും കാറിന്റെ, അതായത് അതാണ് ലോജിക്കൽ പാർട്ട്, അത് വളരെ സ്ലോ ആയിട്ടേ വരുള്ളൂ. അപ്പം എക്സാമ്പിൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മൂഡ് സ്വിങ്സ്, നമ്മൾ മൂഡ് സ്വിങ്സിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഇനി മൂഡ് സ്വിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ എന്റെ ടോപ്പിക്കിന്റെ ഫസ്റ്റ് പറഞ്ഞു സ്റ്റോംസ് ഓർ സ്ട്രെങ്ത്. ഓർമ്മയുണ്ടാവുമല്ലോ അല്ലെ? അപ്പം അതില് ഈ സ്റ്റോംസ് എന്ന് പറയുന്നത്, സ്റ്റോംസ് എന്ന് പറഞ്ഞാൽ എന്താ? കൊടുങ്കാറ്റല്ലേ. അപ്പം അത് പെട്ടെന്ന് വരുന്നു. അതുപോലെ തന്നെ അത് നമുക്ക് ഒരു നെഗറ്റീവ് സൈഡാണ്. നമ്മൾ സാധാരണ കാറ്റ്, ഇളം കാറ്റ് അല്ലെങ്കിൽ ബ്രീസ്, അത് നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണല്ലേ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇപ്പൊ ഒരു കാറ്റ്, അതും കുഴപ്പമില്ല, നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തരും, കുറച്ച് തണുപ്പൊക്കെ തരും അല്ലെ. എന്നാൽ സ്റ്റോംസ് എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയ സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല, ഭയങ്കര കൊടുങ്കാറ്റാണ് അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ സ്റ്റോംസ് എന്ന് പറയുന്നത് ഈ മൂഡ് സ്വിങ്സിന്റെ ഒരു നെഗറ്റീവ് സൈഡാണ്.
അപ്പൊ പ്രധാനമായിട്ടും സ്റ്റോംസ് അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത്, ഈ മൂഡിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആങ്കർ. ആങ്കർ എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ദേഷ്യം വരിക. നമ്മളെല്ലാവരുടെ വീട്ടിലും നമുക്ക് പരിചയം ഉണ്ടാവും ആങ്കർ, കുട്ടികളോട് എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇറിറ്റേഷൻ. ഇറിറ്റേറ്റഡ് ആവില്ലേ, നമ്മൾ എന്ത് പറഞ്ഞാലും ഇറിറ്റേറ്റഡ് ആവുമല്ലോ അല്ലെ. ഇനി തേർഡ് വൺ വിത്ഡ്രോവൽ. പെട്ടെന്ന് അതുവരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഉള്ളത് പോലെ അല്ല, പെട്ടെന്ന് അവര് ലോൺലിനെസ് ഇഷ്ടപ്പെടുക, ഒരു റൂമിൽ ഒറ്റയ്ക്ക് മാറിയിരിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഓവർ റിയാക്ഷൻ. ഓവർ റിയാക്ഷൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, പറയാമോ? ഓവർ റിയാക്ഷൻ കുട്ടികളില് പെട്ടെന്ന് സ്നാപ്പ് ചെയ്യും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ. അതെ, നമ്മൾ എന്തെങ്കിലും ചിലപ്പം ഭയങ്കര സന്തോഷത്തിലോ അല്ലെങ്കിൽ ഭയങ്കര സ്നേഹത്തോടു കൂടി പറയുകയാണെങ്കിൽ ചിലപ്പോൾ അവർ വേറെ വല്ല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആണെങ്കിൽ അവർക്ക് ഇഷ്ടാവില്ല അല്ലെ. അപ്പൊ അവർ ഓവറായിട്ട് റിയാക്ട് ചെയ്തു പോകും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളോട് ഇങ്ങോട്ട് ഷൗട്ട് ചെയ്തൊക്കെ പോകും. അവയൊക്കെയാണ് സ്റ്റോംസിൽ വരുന്നത്. ഇനി മൂഡ് സ്വിങ്സിന്റെ നെക്സ്റ്റ് വൺ സ്ട്രെങ്ത്. അപ്പോൾ എപ്പോഴും ഈ സ്റ്റോംസ്, ഈ ഒരു നെഗറ്റീവ് സൈഡിനെ നമുക്ക് പോസിറ്റീവ് സൈഡിലോട്ട് കൊണ്ടുവരാം അല്ലെ. അതന്നെയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതൊരു പോസിറ്റീവ് സൈഡാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ നമ്മളെ ബ്രെയിനിന്റെ സൈഡ് പറഞ്ഞപ്പോ ഈ ലോജിക്കൽ പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്ന് പറഞ്ഞില്ലേ. അപ്പം ഈ ലോജിക്കൽ പാർട്ട് ആക്ട് ചെയ്യുന്നത് വളരെ സ്ലോയിലായിരിക്കും. അപ്പം അവിടെയാണ് പക്ഷെ സ്ട്രെങ്ത് വേണ്ടത്. അപ്പൊ നമ്മളെപ്പോഴും ഇപ്പൊ അവരുടെ ലോജിക്കൽ പാർട്ട് സ്ലോ ആണെങ്കിൽ പോലും നമ്മൾ അതിനൊരു സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ ഈ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അവരുടെ ക്രിയേറ്റിവിറ്റി, പാഷൻ, എനർജി ആൻഡ് സ്ട്രോങ് ഒപ്പീനിയൻ, ഇവയൊക്കെയാണ് അതിന്റെ പോസിറ്റീവ് സൈഡ്സ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ഇമോഷൻസ് റാപ്പിഡ് ആയിരിക്കും. അപ്പം എന്ത് ചെയ്യണം, നമ്മള് ഡിഫറെന്റ് ആൻഡ് പോസിറ്റീവ് ഡയറക്ഷൻസ് കൊടുത്തിട്ട് നമ്മളൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വൈ ദിസ് മൂഡ് സ്വിങ്സ് ഹാപ്പൻസ് ഇൻ ടീൻസ് എന്നുള്ളത്. എങ്ങനെയായിരിക്കും ഈ മൂഡ് സ്വിങ്സ്? ഇപ്പൊ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ബോഡി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പറഞ്ഞല്ലോ, ബോഡിയിൽ ചേഞ്ചസ് വരും, അതുപോലെ ഡെവലപ്മെന്റൽ വൈസ് ചേഞ്ചസ് വരാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ ഈ മൂഡ് സ്വിങ്സ് അഡോളസെൻസിൽ വരാം എന്നാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ബോഡി ചേഞ്ചസ്. ബോഡി ചേഞ്ചസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗേൾസിലാണെങ്കിലും അവർക്ക് കുറെ ബോഡി ചേഞ്ചസ് വരും, അതുപോലെ തന്നെ ബോയ്സിലാണെങ്കിലും ബോഡി ചേഞ്ചസ് വരും. സോ ഈ ബോഡി ചേഞ്ചസ് എങ്ങനെ മൂഡ് സ്വിങ്സിൽ അത് അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമ്മളെ ബോഡി ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ് സാധാരണ കൂടുതലായിട്ടും വരുന്നത്, കമ്പയറിംഗ് ടു അതർ ഏജ് ഗ്രൂപ്പ് അല്ലെ. സോ അവർക്ക് അവരുടെ ഫീലിങ്സ്, ഇപ്പൊ ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും അത് തുറന്ന് പറയാനും അത് എക്സ്പ്രസ് ചെയ്യാനും വളരെ ചാൻസസ് കുറവായിരിക്കും. എല്ലാവരും അത് മടിക്കും. അവർക്ക് ഭയങ്കര ടെൻഷൻസ് ആയിരിക്കും. എങ്ങനെയാണ് ഇതൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്നതാണോ, അല്ലെങ്കിൽ ഇത് എനിക്ക് മാത്രമുള്ളതാണോ, അങ്ങനെ ഒരുപാട് ടെൻഷൻ കൊണ്ട് അവർക്ക് ആൻസൈറ്റി വരാം. അതുപോലെ തന്നെ ഇപ്പം ഓവറായിട്ട് ദേഷ്യം വരാം. ഇങ്ങനെയൊക്കെ ഈ ബോഡി ചേഞ്ചസ് മൂലം അവർക്ക് ഉണ്ടാവും. സോ ഫസ്റ്റ് വൺ മൂഡ് ചേഞ്ചസ് ഉണ്ടാവാനുള്ള ഒരു കാരണം അവരുടെ ബോഡി ചേഞ്ചസ് ആണ്. അത് ഒരിക്കലും ഒരു കാരണമല്ല, അത് നോർമൽ ഓൺഗോയിങ് പ്രോസസ് ആണ്. പക്ഷെ അവരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് അവർക്ക് അതൊരു കാരണമായിട്ട് വരുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് ഹോർമോണൽ ചേഞ്ചസ്. ഈ ബോഡി ചേഞ്ചസിന്റെ അതേപോലെ തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്നുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും എന്തൊക്കെ ടൈപ്പ് ഓഫ് ഹോർമോൺസ് ആണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ റാപ്പിഡ് ആയിട്ട് ഗ്രോത്ത് നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഇൻ ഗേൾസ്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, മെൻസ്ട്രൽ സൈക്കിൾ, ദാറ്റ് ഈസ് മെനാർക്കി, ഫസ്റ്റ് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. അതുപോലെ തന്നെ ബോഡി ഷേപ്പിലുള്ള ചേഞ്ചസ് ഒക്കെ വരുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. അത് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന ഹോർമോൺസ് ആണ് ഇൻ ഗേൾസിൽ. അതേപോലെ തന്നെ ബോയ്സിൽ ഏത് ഹോർമോൺ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, ആർക്കെങ്കിലും പറയാമോ? ടെസ്റ്റോസ്റ്ററോൺ. ഓക്കെ, വെരി ഗുഡ് സൂസൻ മാം. ടെസ്റ്റോസ്റ്റിറോൺ ഇൻ ബോയ്സ്. ടെസ്റ്റോസ്റ്റിറോൺ എന്തിനൊക്കെ അഫക്ട് ചെയ്യും? മസിൽ സ്ട്രെങ്തിനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ വോയിസിൽ ചേഞ്ചസ് ഉണ്ടാക്കും ബോയ്സിൽ. ആൻഡ് അതേപോലെ തന്നെ സെക്ഷൽ ഡെവലപ്മെന്റിനെയും സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ. ഇനി തേർഡ് വൺ, അപ്പൊ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ പറഞ്ഞു, ടെസ്റ്റോസ്റ്റിറോൺ പറഞ്ഞു, അതുപോലെ തന്നെ തേർഡ് വൺ ആണ് ഡോപ്പമിൻ എന്ന ഹോർമോൺ. വാട്ട് ഈസ് ദ അനദർ നെയിം ഓഫ് ഡോപ്പമിൻ? ഹാപ്പി ഹോർമോൺ. ഓക്കെ, താങ്ക് യു. ഡോപ്പമിന്റെ വേറൊരു പേരാണ് ഹാപ്പി ഹോർമോൺ. അപ്പൊ ഈ ഏജ് ഗ്രൂപ്പില് ഈ ഡോപ്പമിൻ ഏർജ് ഉള്ളത് കൊണ്ട്
അവർക്ക് റിസ്ക് ടേക്കിംഗ്, ഹാപ്പി ഹോർമോൺ ആണല്ലോ റിസ്ക് ടേക്കിംഗ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഒരു പ്രാവശ്യം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു പ്ലഷർ മൊമെന്റ് കിട്ടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് അവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഒരു അഡിക്ഷൻ പോലെ ആവുന്നുണ്ട്. അതേപോലെ തന്നെ പിയർ അപ്രൂവൽ, ഫ്രണ്ട്സിനോട് കൂടി കുറെ സമയം അവർ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അതിലൂടെ അവർക്ക് ഹാപ്പിനെസ് കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും അതിലോട്ട് തന്നെ അവർ പോകുന്നു. ഇതൊക്കെ ഈ ഡോപ്പമിൻ എന്ന ഹോർമോണിന്റെ എക്സസീവ് പ്രൊഡക്ഷൻ കൊണ്ട്, അതായത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പ്രൊഡക്ഷൻ കൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് കോർട്ടിസോൾ ഹോർമോൺ. കോർട്ടിസോൾ ഹോർമോണിന്റെ വേറൊരു നെയിമാണ് സ്ട്രെസ് ഹോർമോൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് സ്ട്രെസ് ഹോർമോൺ ആണ്. എന്തൊക്കെ ഉണ്ടാവും? സാഡ്നെസ് ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, അതേപോലെ തന്നെ ഇന്റൻസ് ഇമോഷൻസ് ഉണ്ടാവും, ഇവയൊക്കെ ഉണ്ടാവും. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് സെറോട്ടോണിൻ. സെറോട്ടോണിന്റെ വേറൊരു പേരാണ് മൂഡ് റെഗുലേറ്റർ. അപ്പോൾ ഈ മൂഡ് സ്വിങ്സിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഈ സെറോട്ടോണിൻ എന്ന ഹോർമോൺ. പലപ്പോഴും ഈ സെറോട്ടോണിൻ ഹോർമോണിന്റെ ഇംബാലൻസ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത്. അപ്പൊ മൂഡ് സ്വിങ്സിന് ഫസ്റ്റ് വൺ നമ്മൾ കണ്ടു ബോഡി ചേഞ്ചസ്, സെക്കൻഡ് വൺ ഹോർമോണൽ ചേഞ്ചസ്, ആൻഡ് തേർഡ് വൺ ഈസ് പിയർ പ്രഷർ. പിയർ പ്രഷർ എങ്ങനെയായിരിക്കും അഫക്ട് ചെയ്യുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിയർ പ്രഷർ ഫ്രണ്ട്സ് പല ഒക്കെ കാര്യത്തിലും ചെയ്യുന്നത് പോലെ. കമ്പാരിസൺ വരും. ഫ്രണ്ട്സ് പലതും ചെയ്യാൻ നിർബന്ധിക്കും. അതെ. അതിലൊക്കെ ഒരു അതെ, അതെ. ബുദ്ധിമുട്ട് തോന്നും അവർക്ക്. ഓക്കെ, താങ്ക് യു അർച്ചന മാം. ഏറ്റവും കൂടുതൽ വീട്ടുകാരിൽ നിന്ന് മാറി ഫ്രണ്ട്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളെയൊക്കെ മാക്സിമം വാല്യൂ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ടീനേജ് ഗ്രൂപ്പ്. സോ ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ പലതരത്തിലുണ്ടാവും. അവരുടെയൊക്കെ കൂട്ടുകെട്ടിലേക്ക് പലതിലും ചെന്ന് വഴിതെറ്റിപ്പോയി പലതിലും എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സോ ഫ്രണ്ട്സിന്റെ പ്രഷർ ഉണ്ടാവും, പല ചീത്ത കാര്യങ്ങൾക്കും അവരെ നിർബന്ധിക്കും. സോ അവർക്ക് ചിലത് നല്ലത് അവർ അതിലോട്ട് പോയി പെടുകയും ചെയ്യും, ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് പലതും അവർക്കൊരു പ്രഷർ കൊടുക്കുകയും ചെയ്യും. അതാണ് പിയർ പ്രഷർ. ഇനി ഫോർത്ത് വൺ ഈസ് അക്കാഡമിക് സ്ട്രെസ്. മറ്റുള്ളതുപോലെ തന്നെ അക്കാഡമിക് സ്ട്രെസ് എന്നത് ഇതേപോലെ തന്നെ ഇപ്പോൾ ഏജ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ 10th എക്സാം വരുന്നത്. അതൊരു പ്രഷറാണ് അല്ലെ? 10th എക്സാം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പ്രഷറാണ്. അതിനുശേഷം 10th കഴിഞ്ഞിട്ട് ഏത് ഗ്രൂപ്പ് എടുക്കും എന്നുള്ളത് വേറൊരു പ്രഷർ. ഏത് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് നമ്മൾ അങ്ങനെ +1 +2 പോയി, അത് സ്റ്റുഡൻസിന് മാത്രമല്ല പാരന്റ്സിനായാലും വലിയ ടെൻഷനാണ്. അത് +1 +2 കഴിഞ്ഞ് പോയി +1 +2 അതേപോലെ എക്സാം എഴുതി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നെക്സ്റ്റ് നമ്മുടെ പ്രൊഫഷണൽ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യണം, ഏതെടുക്കണം എന്നുള്ളത്. ഇതൊക്കെ ഇതിന്റെ കോമഡി എന്താന്ന് വെച്ചാൽ ഇതെല്ലാം ഈ ടീനേജ് ഗ്രൂപ്പിലാണ് പോകുന്നത്. ഈ 10th ക്ലാസ്, +1 +2 ആൻഡ് നെക്സ്റ്റ് ഡിഗ്രി, എല്ലാത്തിന്റെയും ടെൻഷൻ ഇവര് ഈ ടീനേജുകാരാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഈ അക്കാഡമിക് സ്ട്രെസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ് ഈ ടീനേജ് ഗ്രൂപ്പിൽ. അതേപോലെ തന്നെ ഫിഫ്ത്ത് വൺ ഡിജിറ്റൽ ഓവർലോഡ്. ഡിജിറ്റൽ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൂഡ് സ്വിങ്സിനെ അത് എങ്ങനെ അഫക്ട് ചെയ്യും ഡിജിറ്റൽ ഓവർലോഡ്? ടൂ മച്ച് ഓഫ് ഗെയിമിംഗ് പ്രഷർ ഉണ്ടാവും ഈ ഒരു സമയത്ത്. അതുപോലെ ഇപ്പൊ ഒരു ഹെയർ കട്ട് ആയാലും പോലും ഒരുപാട് ഈ ഇതിലൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ആയിരിക്കും. ഉറങ്ങാൻ പറ്റില്ല, ഉറക്കമൊഴിച്ച് കാണുക. താങ്ക് യു അർച്ചന മാം, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഡിജിറ്റൽ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട്. ഇപ്പോഴത്തെ കുട്ടികള് കാർട്ടൂണിന്റെ ഒക്കെ ആ ഒരു ഏജ് കഴിഞ്ഞ് പിന്നെ ഒരു ഗെയിമിംഗ് ആണല്ലോ ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. അപ്പൊ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഗെയിമിന് അഡിക്റ്റ് ആവുക, അതുപോലെ തന്നെ ഇപ്പം സോഷ്യൽ മീഡിയ, ഇപ്പം ഇൻസ്റ്റാഗ്രാം എല്ലാം യൂസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാവുമല്ലോ. ഇപ്പം ഈ ഏജ് ഗ്രൂപ്പിലാണ് അവർ ഈ അക്കൗണ്ട് ഒക്കെ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ പോസ്റ്റ് ചെയ്യാം. ആ ഒരു സമയത്താണ് ഈ ഫോമോ ഒക്കെ വരുന്നത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഒക്കെ വരുന്നത്. അതായത് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ലൈക്സ് കിട്ടുന്നതിന്റെ എണ്ണം കുറയുന്നു, അല്ലെങ്കിൽ ബാഡ് കമന്റ്സ് വരുന്നു. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രഷറുകൾ അവർക്ക് ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളെ ഇമിറ്റേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡിജിറ്റൽ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് മൂഡ് സ്വിങ്സ് വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മൂഡ് സ്വിങ്സ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ മൂഡ് സ്വിങ്സ് ഏതൊക്കെ ടൈപ്പ് വരാം എന്ന് പറഞ്ഞു, അതിന്റെ സ്റ്റോംസ് പറഞ്ഞു, സ്ട്രെങ്ത് പറഞ്ഞു, എല്ലാം പറഞ്ഞു. നമുക്ക് ഇതെല്ലാം പറഞ്ഞെങ്കിലും നമ്മള് പാരന്റ്സ് ഇതിന് എന്ത് ആക്ഷൻ എടുക്കും എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. അപ്പം നമ്മൾക്ക് അതും കൂടി നോക്കണമല്ലോ അല്ലെ? എന്താണ് നമ്മൾ പാരന്റ്സ് അവർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ് നമ്മൾ എന്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന്, അവരെ നേരായ വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഹെൽപ്പ് ചെയ്തു കൊടുക്കണം എന്നും കൂടി നമുക്ക് നോക്കാം.
സോ ഇപ്പൊ ഞാൻ ഒരു സ്റ്റോറി കൂടി ഈ ഒരു അവസരത്തിൽ പറയാം. എന്താന്ന് വെച്ചാല് ഒരു അമ്മയും ഒരു മോളും ഉണ്ട്. അപ്പൊ മോൾക്ക് ഒരു 14 വയസ്സായി. അപ്പം സാധാരണ തന്നെ ടീനേജ് ഗ്രൂപ്പിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും ആ വീട്ടിലും നടക്കുന്നുണ്ട്. ഇപ്പം ഈ അമ്മ സാധാരണ കുട്ടികളോട് പറയുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറയും. ചില സമയം കുട്ടി ഓവർ റിയാക്ട് ചെയ്യും, ചില സമയത്ത് കുട്ടി ഒന്നും മിണ്ടൂല, ചില സമയം കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് അമ്മയായിട്ട് കളിച്ച് ചിരിച്ചൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം അമ്മ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ മോളോട് പറഞ്ഞു, മോളെ ഇത്ര അധികം സമയം നീ ഫോൺ യൂസ് ചെയ്യരുത്, കുറച്ച് സമയം നിനക്ക് പഠിച്ചാൽ എന്താ, നീ എന്താ എപ്പോഴും ഇങ്ങനെ ഫോൺ കാണുന്നത് എന്ന് ചോദിച്ചു. സോ സ്വാഭാവികമായിട്ടും കുട്ടി എന്ത് ചെയ്തു, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താ എന്നെ മാത്രം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഞാൻ എല്ലാം ചെയ്യുന്നതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ എന്നെ മാത്രം ഇങ്ങനെ സംസാരിക്കുന്നത്, എന്നോട് മാത്രം ഇങ്ങനെ ബാഡായിട്ട് സംസാരിക്കുന്നതെന്ന് കുട്ടി തിരിച്ചു ചോദിച്ച് റൂമിൽ പോയിട്ട് വാതിൽ ടപ്പേന്ന് പറഞ്ഞ് അടച്ചു. കുറെ സമയം അമ്മയും മോളും സെപ്പറേറ്റ് ആയിട്ട് നിന്നു. സോ അപ്പം ഞാൻ പറയുന്ന സെന്റൻസ് ശ്രദ്ധിച്ചല്ലോ അല്ലെ, സിറ്റുവേഷൻസ്. അപ്പൊ കുട്ടി കുറെ സമയം ആലോചിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. അങ്ങനെ കുട്ടിക്ക് ഭയങ്കര സങ്കടം വന്ന് കുട്ടി കരഞ്ഞു. ആൻഡ് സെയിം ടൈം അമ്മയും കുറെ സമയം ചിന്തിച്ചു, എന്തിനാണ് മോൾ എന്നോട് ഇത്രയധികം ബാക്ക് ആൻസർ പറയേണ്ട കാര്യം, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. സോ രണ്ടുപേരും കുറെ ചിന്തിച്ചു. പിറ്റേ ദിവസം വെരി നെക്സ്റ്റ് ഡേ അമ്മ മോളോട് ഇതേപോലെ തന്നെ കുട്ടി ഇതേ സംഭവം തന്നെ. അപ്പൊ അമ്മ മോളോട് വിളിച്ചിട്ട് പറഞ്ഞു, മോൾക്ക് കുറച്ചു സമയം ഒരു 2-3 മണിക്കൂർ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചുകൂടെ, കുറച്ചു സമയം ഫോൺ മാറ്റി വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആക്കിയാലോ എന്ന് ചോദിച്ചു അമ്മ. അപ്പം ഇന്നലത്തെ അമ്മയുടെ ടോൺ എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്? തലേ ദിവസം അമ്മ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? നിനക്ക് പഠിച്ചുകൂടെ എന്ന് ചോദിച്ചു. അതെ അതെ. അപ്പോ ആ ഒരു ടോൺ, അമ്മയുടെ ടോൺ എന്തായിരുന്നു? ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. സോ കുട്ടിയുടെ ഇമോഷണൽ ബ്രെയിൻ ആ അമ്മ പറഞ്ഞപ്പോ തന്നെ അവിടെ വർക്ക് ചെയ്തു. ഓക്കെ, കുട്ടി പെട്ടെന്ന് അതിനെ ഷൗട്ട് ചെയ്തു. കുട്ടി എന്ത് ചെയ്തു, റൂമിൽ പോയി വാതിലടച്ചു. സോ പിറ്റേ ദിവസം അമ്മയുടെ ടോണൊക്കെ ഒന്ന് മാറ്റിയിട്ട്, സോ നമുക്ക് പ്ലാൻ ചെയ്യാം, നമുക്കൊരു ടൈം ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് പഠിക്കാം, ഇങ്ങനെയൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തു, കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. സോ അവിടെ വർക്ക് ചെയ്യുന്നതാണ് ആ കുട്ടിയുടെ ലോജിക്കൽ ബ്രെയിൻ. അപ്പം കുട്ടിയുടെ ഇമോഷണൽ ബ്രെയിൻ തലേ ദിവസം വർക്ക് ചെയ്തു, അമ്മ അങ്ങനെ ഷൗട്ട് ചെയ്ത സമയത്ത്. ആൻഡ് പിറ്റേ ദിവസം കുട്ടിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും ഇങ്ങനെ തീരുമാനിക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം ഫോൺ മാറ്റി വെക്കാം, നമുക്ക് 2 മണിക്കൂർ പഠനത്തിന് ശേഷം ഇനി നോക്കാം എന്നൊക്കെ ആ അമ്മയും മോളും തീരുമാനങ്ങൾ എടുത്തു. സോ അവിടെ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്തത്. അപ്പം നമ്മൾ ഇമോഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുമൊന്നും വേണ്ട, അവർക്ക് അത് തനിയെ വർക്ക് ചെയ്തോളും. ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാരണം മതി, അത് സ്വന്തമായിട്ട് വർക്ക് ചെയ്തോളും. സോ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, കാരണം അവരുടെ ലോജിക്കൽ പാർട്ട് വളരെയധികം സ്ലോയിലാണ് ആക്ട് ചെയ്യാന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. സോ ലോജിക്കൽ ബ്രെയിൻ വർക്ക് ചെയ്തു, അവർ രണ്ടുപേരും വളരെ ഹാപ്പിയായി. പിന്നെ മുതൽ ആ കുട്ടി വളരെയധികം സന്തോഷത്തോടെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ കുട്ടി കാര്യങ്ങളൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കാനൊക്കെ തുടങ്ങി. സോ അമ്മയും അതിൽ ഒരു മാറ്റം വരുത്തി എന്നുള്ളത് സത്യമാണ്. എങ്കിലും കുട്ടിക്ക് അത് മനസ്സിലായിട്ട് കുട്ടിയും ആ ഒരു പാതയിലോട്ട് വന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സൊല്യൂഷൻസിലോട്ട് പോകാം. ഇപ്പൊ ഇവിടെ സൊല്യൂഷൻസിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞ എന്താന്ന് വെച്ചാല്, അമ്മ ആ ഒരു സൊല്യൂഷൻസ് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തല്ലോ, എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം എന്നൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തല്ലോ. അപ്പൊ അതാണ് അതിന്റെ സൊല്യൂഷൻ എന്നുള്ളതാണ് ഞാൻ അതിന് മുമ്പ് സ്റ്റോറി പറഞ്ഞത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഗോൾഡൻ ടൂൾസ് ഫോർ അവോയ്ഡിങ് ദീസ് മൂഡ് സ്വിങ്സ് എന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പം ഒരു കഥയിലൂടെ തന്നെ നമ്മൾ അതിന്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ, നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം കുട്ടിക്ക് അത് ശരിയാവാൻ വേണ്ടിയിട്ടെന്ന്? ഓക്കെ, ഞാൻ പറയാം. പ്രധാനമായിട്ടും 5 പോയിന്റ്സ് ആണ് നമുക്കുള്ളത്. അതില് ഫസ്റ്റ് വൺ, ആക്റ്റീവ് ലിസണിങ്. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് ചെയ്യാതെ കുട്ടിയെ കേൾക്കുക എന്നുള്ളതാണ്. പലരും ഇപ്പോ വർക്കിംഗ് പാരന്റ്സ് ആണ്, ഫാദറും മദറും വർക്കിംഗ് ആയിരിക്കും. കുട്ടി എന്തെങ്കിലും പറയാൻ വരുമ്പോൾ തന്നെ അതൊന്ന് കേൾക്കാൻ പോലും മനസ്സില്ലാതെ പലരും ഓൺലൈനിലായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിരിക്കുമല്ലോ.
ഇപ്പൊ കുട്ടിയുടെ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഒന്നും ആർക്കും കേൾക്കാൻ സമയമില്ലാത്തൊരു കാലമാണ്. സോ നമ്മളൊരു ആസ് എ പാരന്റ്സ് നമ്മൾ 5-10 മിനിറ്റ് അവർക്ക് വേണ്ടി ചെലവഴിച്ചേ മതിയാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ററപ്റ്റ് ചെയ്യാതെ അവരെ കേൾക്കണം. അവരെന്താണോ പറയുന്നത്, ചിലപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റാത്തതായിരിക്കും അവർ പറഞ്ഞു വരുന്നുണ്ടാവുക. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ അത് അവരെ നമ്മളൊന്ന് കാമായിട്ട് കേട്ട് കൊടുക്കുക. അതാണ് ഫസ്റ്റ് വൺ, ആക്റ്റീവ് ലിസണിങ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇമോഷൻ കോച്ചിങ്. എന്താണ് ഇമോഷൻ കോച്ചിങ് എന്ന് പറയുന്നത്? ഇമോഷൻ കോച്ചിങ്, ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇമോഷൻ കോച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. കുട്ടിയോട് നമ്മൾ നേരത്തെ പോലെ തന്നെ ഫോൺ മാറ്റി വെക്കാൻ പറഞ്ഞു. ഒരു ആൺകുട്ടിയാണ്, അവൻ അത് ഫോൺ എറിഞ്ഞു, ഭയങ്കര ദേഷ്യത്തില് ഫോൺ എറിഞ്ഞു. സോ നമ്മൾ അതിനോട് അപ്പം ഒന്നും പ്രതികരിച്ചിട്ട് കാര്യമില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവന്റെ ഇമോഷൻസിനെ കുറിച്ച് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി അതിന് ആപ്റ്റ് ആയിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഇമോഷൻ കോച്ചിങ് എന്ന് പറയുന്നത്. അതായത് നീ അപ്പം എന്താണ് നിന്റെ മനസ്സിൽ അപ്പം ഉണ്ടായിരുന്നത്? ഭയങ്കര ദേഷ്യമായിരുന്നു, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്? അപ്പൊ അവൻ പറയും, പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഞാൻ ഒന്നും ചിന്തിച്ചില്ല, ഞാൻ അത് എറിഞ്ഞുപോയി, അറിയാതെ പറ്റിപ്പോയി എന്നൊക്കെ അവൻ പറയും. ആ സമയത്ത് നമ്മൾ അതിനുള്ള ഒരു കറക്റ്റ്, നീ അങ്ങനെ നിനക്ക് ദേഷ്യം വരും എന്നുള്ളത് സാധാരണ ഒരു കാര്യമാണ്, നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ ദേഷ്യം വന്നാലും നിങ്ങൾ അതിനെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എന്നുള്ള ഒരു കാര്യം വളരെ സൗമ്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുക. ദാറ്റ് ഈസ് ഇമോഷൻ കോച്ചിങ്. ആൻഡ് തേർഡ് വൺ ഈസ് ബൗണ്ടറീസ് വിത്ത് ലവ്. ബൗണ്ടറീസ് വിത്ത് ലവ് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ടൈം സെറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ സ്റ്റോറിയിലൂടെ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കാതെ എല്ലാ കാര്യങ്ങളും അവർക്ക് തോന്നണം, നമ്മൾ അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് അവർക്ക് തോന്നണം. അതുപോലെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അത് വളരെ ഹാർഷായിട്ട് അവരുടെ അടുത്ത് അടിച്ചേൽപ്പിക്കാതെ അവരോട് പറഞ്ഞു കൊടുക്കാം. അതാണ് ബൗണ്ടറീസ് വിത്ത് ലവ് എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ വെക്കുക, ഒരു ലിമിറ്റേഷൻസ് വെക്കുക. അത് അവരുടെയും കൂടി ഒരു ആക്സെപ്റ്റൻസോട് കൂടിയിട്ട് അത് ചെയ്യുക. ആൻഡ് ഫോർത്ത് വൺ ഈസ് മോഡൽ ബിഹേവിയർ. മോഡൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരോട് ഫോൺ മാറ്റി വെക്കാൻ പറയുന്നതോടൊപ്പം തന്നെ നമ്മളും കൂടി അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അതർവൈസ് നമ്മൾ ഫോണിൽ കണ്ടിന്യൂസ് ഇരുന്ന് നമ്മളെ പലതും കാണാണ്, സോഷ്യൽ മീഡിയയിൽ നമ്മളെ അഡിക്റ്റഡ് ആവുകയാണെങ്കിൽ പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മക്കളല്ലേ അവരത് കണ്ടല്ലേ പഠിക്കുള്ളൂ. സോ എപ്പോഴും പാരന്റ്സ് ഒരു റോൾ മോഡൽ ആവാൻ ശ്രമിക്കുക. അതായത് നമ്മളെ കണ്ടിട്ട് അവര് പഠിക്കണം, എങ്ങനെ കാമായിട്ട് സംസാരിക്കാം, എങ്ങനെ പേഷ്യന്റ് ആയിട്ട് ലിസൺ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാം. ഇതൊക്കെ നമ്മളെ കണ്ടിട്ട് വേണം അവര് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ അഞ്ചാമത്തേത് സേഫ് സ്പേസ് ക്രിയേഷൻ. സേഫ് സ്പേസ് ക്രിയേഷൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ പല പിള്ളേർക്കും അവരുടെ ഒരു ഫീലിങ്സ് വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമില്ലാതെ പോകുന്നതാണ് അവരുടെ ഈ മൂഡ് സ്വിങ്സിനൊക്കെ കാരണം. അത് അവർ മനസ്സിലിട്ട് കൊണ്ടു നടന്ന് അത് വലിയൊരു പ്രശ്നത്തിലേക്ക്, മൂഡ് സ്വിങ്സ് മാത്രമല്ല അത് പിന്നെ അതിലും വലിയ പ്രശ്നത്തിലേക്കൊക്കെ മാറിയിട്ട് കൗൺസിലിംഗ് വരെ കൊടുക്കേണ്ട അവസ്ഥ വരാറുണ്ട്, ഇല്ലേ? അപ്പം നമ്മൾ അവർക്കൊരു സ്പേസ്, എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർക്കൊരു സ്പേസ് ഉണ്ട് വെന്റിലേറ്റ് ചെയ്യാൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ ഫീലിങ്സ് എന്തോ ആയിക്കോട്ടെ, അത് കേൾക്കാൻ അവർക്ക് നമ്മളുണ്ട് എന്നൊരു ഫീലിംഗ് നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സേഫ് സ്പേസ് ക്രിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവരുടെ ഓരോരോ ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക അവർക്ക്. അത് എങ്ങനെയാ? അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ അത് നമ്മളോട് പറഞ്ഞു അല്ലെങ്കിൽ അത് നമ്മൾ വേറൊരാളോട് പറഞ്ഞു, അപ്പൊ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി പോവും, അല്ലെ? അപ്പം അത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക, അവർക്ക് എപ്പോഴും നമ്മൾ ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് അവരിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് പിന്നെ സേഫ് സ്പേസ് ക്രിയേഷൻ എന്നുള്ളത്. സോ നമ്മൾ ഇതുവരെ എന്തൊക്കെ കണ്ടു എന്നുള്ളത് നമ്മൾ നോക്കാം. ഇന്നത്തെ ടോപ്പിക് അണ്ടർസ്റ്റാൻഡിങ് മൂഡ് സ്വിങ്സ് ഓഫ് ടീനേജേഴ്സ് ആയിരുന്നു. അതില് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ടീനേജ് കണ്ടു. ആൻഡ് അതിൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ബ്രെയിൻ ഡെവലപ്മെന്റ് എന്താണെന്ന് കണ്ടു. അതുപോലെ തന്നെ സ്റ്റോം ആൻഡ് സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടു. അതേപോലെ
നമ്മള് എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പാണ്, എങ്ങനെയാണ് മൂഡ് സ്വിങ്സ് വരുന്നത്, ശരീരത്തിന്റെ ഏതൊക്കെ പാർട്ട് ഓവർ ഈ ഒരു സമയത്ത് അധികമായിട്ട് അതിന്റെ പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടാണ് മൂഡ് സ്വിങ്സ് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ആൻഡ് ഫൈനലായിട്ട് ഇതെങ്ങനെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ ട്രെയിനർ നമ്മൾ എങ്ങനെ അതിനൊരു സൊല്യൂഷൻ അവർക്ക് കൊടുക്കും എന്നുള്ളതും നമ്മൾ കണ്ടു. ഓക്കെ, എല്ലാവർക്കും ഈ സെഷൻ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സജഷൻസ് എല്ലാം ഇവിടെ പറയാം. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു താങ്ക് യു ഫോർ സോ ഗിവിംഗ്. മച്ച് ഹസീന മാം. താങ്ക് യു അർച്ചന മാം. ശരിക്കും വളരെ മനോഹരമായ ഒരു ടോപ്പിക് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ റിലേറ്റബിൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 10th 12th ഒക്കെ എഴുതിയ കുട്ടികളുടെ പാരന്റ്സിനും അതുപോലെ ആ ടീനേജിലേക്ക് കടക്കുന്ന കുട്ടികളുള്ള പാരന്റ്സിനും ഒക്കെ തീർച്ചയായിട്ടും വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഈ ഒരു വിഷയത്തിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ യു ആർ വെൽക്കം. ഹസീന, യെസ് മാം. ടീനേജ് മൂഡ് സ്വിങ്സ് നല്ല ക്ലാരിറ്റിയോടുകൂടി കവർ ചെയ്ത് വളരെ മനോഹരമായിരുന്നു. അർച്ചന മാം പറഞ്ഞ പോലെ ആ ടോപ്പിക്കിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തൊട്ട് ഇങ്ങോട്ടെല്ലാം കവർ ചെയ്തു. അതിന്റെ സൊല്യൂഷൻസ് വരെ എത്തിച്ചു, അതും പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ ടീനേജ് ഏജ് ഗ്രൂപ്പ് ഉള്ള പേരൻസിന് ഒത്തിരി ബെനിഫിഷ്യൽ ആണ് തീർച്ചയായിട്ടും. ഡെഫിനറ്റ്ലി നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയും അവരെ ശ്രദ്ധയോടെ ആക്റ്റീവ് ലിസണിങ്ങോടെ കേൾക്കുകയും പിന്നെ അവരുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് അവരെ കോച്ച് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും നല്ല ഒരു അറ്റ്മോസ്ഫിയർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റോം അല്ല, അത് നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് സ്ട്രെങ്ത് ആക്കി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് പറഞ്ഞു തന്നു. വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു തന്നു. സോ താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച് സുസൻ മാം. ഹായ് മാം. എനിക്ക് 2 കുട്ടികളാണുള്ളത്. അപ്പൊ രണ്ടുപേരും ടീനേജിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഈ ടോപ്പിക് എന്തുകൊണ്ട് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയി. നന്നായി തന്നെ പ്രസന്റ് ചെയ്തിരുന്നു. ഓരോന്നും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുകയും ആദ്യം അതിന് ഡെവലപ്മെന്റിന്റെ ഓരോ സ്റ്റേജസും പിന്നീട് സൊല്യൂഷൻസുടെ അത് തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്ത് വളരെ നന്നായി. നല്ലൊരു സെഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഹസീന മാം, യെസ് മാം. വളരെ നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഇമോഷണൽ ബ്രെയിൻ, ലോജിക്കൽ ബ്രെയിൻ, അതിനെ കുറിച്ചൊക്കെ നന്നായി പറഞ്ഞു തന്നു. പിന്നെ അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തന്നു. വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് ഈവനിങ്, ഫൗസിയാണ്. നമ്മൾ ഈ 12 വയസ്സ് കഴിയുന്ന കുട്ടികളൊക്കെ നമ്മളെ സുഹൃത്തുക്കളായി കൂട്ടുന്ന ഒരു ടൈമാണല്ലോ. ഒരു 17 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളോട് അവർ തർക്കിച്ച സംസാരിക്കുക അല്ലേ? അതെ അതെ. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അവരെ ഫ്രണ്ട്സുകൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെ പറ്റിയ അത് പിന്നെ ഫസ്റ്റ് ഞാൻ കേട്ടിട്ടോ, ക്ലാസ്സിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടത്, പറഞ്ഞിടോന്ന് അറിയില്ല. അവർ തർക്കിച്ചാൽ നമ്മോട് സംസാരിക്കുക, അതിനെപ്പറ്റി എന്താ മാമിന് പറയാനുള്ളത്? ഏകദേശം ഒരു 12 വയസ്സ്, ഒരു 17 18 വയസ്സ് ടീനേജ് പ്രായം, ആ ടൈമിലാണ് ഞാൻ പറഞ്ഞത്. അതെ, അവര് നമ്മളോട് ഞാൻ ആദ്യ സെഷനിൽ ചോദിച്ചിരുന്നു എങ്ങനെയായിരിക്കും അവര് നമ്മൾ എന്ത് അവരുടെ പറഞ്ഞാലും പ്രതികരണം. അവര് അവരുടെ തർക്കിച്ചാണ് നമ്മളോട് കേൾക്കുന്നത്. അല്ല, അവരുടെ പ്രതികരണം അതാ ചോദിച്ചേ. നമ്മള് അതിനുള്ള കേട്ടില്ല. അതെ, അവരുടെ നമ്മള് എന്തെങ്കിലും അവരോട് പറഞ്ഞു തരിച്ചോ? അപ്പൊ അവര് സുഹൃത്തുക്കളെ പോലെ നമ്മൾ പെരുമാറിയാൽ ചിലപ്പോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഷോപ്പ് പോവാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾക്കൊരു ഡിഫിക്കൽട്ട് വന്നപ്പോ അവരോട് നേരെ മറിച്ച് അവരെ ഫ്രണ്ട്സ് ആണെങ്കിൽ വിളിക്കേണ്ട താമസം അവർ ഓടിപ്പോവും. അങ്ങനെ ഒരു ടൈമിൽ നമ്മൾ അവരോട് എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്നുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, നമ്മൾ ഒരു പ്രാവശ്യം അവരോട് പറയും, അവരെ ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓടിപ്പോവും. സോ പിന്നത്തെ പ്രാവശ്യം നമ്മൾ എങ്ങനെയായിരിക്കും അവരോട് പ്രതികരിക്കുക? ഞാൻ വിളിക്കുമ്പോ പോകുന്നില്ല, നിന്റെ ഫ്രണ്ട്സ് വിളിക്കുമ്പോ നിനക്ക് പോകാൻ പറ്റുമല്ലോ, അങ്ങനെയല്ലേ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവുക. അങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു ടോക്ക് വരിക. നെക്സ്റ്റ് ടൈം, ഫസ്റ്റ് ടൈം അവർ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ നെക്സ്റ്റ് ടൈം സ്വാഭാവികമായിട്ടും നമ്മുടെ ടോക്ക് അങ്ങനെയായിരിക്കും. എനിക്ക് എപ്പോഴും അവരെ കൂടെ ഓടിപ്പോകാൻ പറ്റും, ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കാൻ പറ്റില്ല എന്നല്ലേ. അപ്പൊ ഇവിടെയാണ് ഞാൻ ലാസ്റ്റ് സൊല്യൂഷൻസ് പറഞ്ഞത്. അവർക്കും ഒരു ടൈം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഡിസിഷൻ മേക്കിങ്ങിന് അവരെയും കൂടി പങ്കാളികളാക്കുക. നീ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോയിക്കോ, നീ ടൈം കണ്ടെത്തിക്കോ,
പക്ഷെ അത് ആ ഓടിപ്പോകുന്ന സമയത്ത് അവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അവർ ആ ഒരു മൂഡിലായിരിക്കും. നമ്മൾ അവര് സ്വയം വേറൊരു ടൈമിൽ നമ്മൾ അവരെ ഇരുത്തി നമ്മളെ കൂടെ ഇരുത്തിയിട്ട് നമ്മളൊരു ഫ്രണ്ടിനെ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സമയത്ത്. അപ്പം അവരെ കൂടി നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കാളികളാക്കുക. ഈ സമയത്ത് നീ എനിക്കും കൂടി ഇത് ഒന്ന് ചെയ്തു തന്നാൽ നല്ലതായിരുന്നു എന്നൊക്കെ അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം നമ്മൾ ആ ഒരു സമയത്ത് അവരോട് ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ അവരെന്താ വിചാരിക്കുക, ഓ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പോകുന്നതാണോ ഇപ്പൊ തെറ്റ് എന്നാണ് അവർ വിചാരിക്കുക. അല്ലാതെ നമുക്ക് ആ ഒരു സാധനം വാങ്ങിക്കൊണ്ടിരണം എന്നായിരിക്കൂല അവരുടെ മൈൻഡിൽ ഉണ്ടാവുക. ഓക്കെ, അതെ. അപ്പൊ അവരോട് വേറൊരു സമയത്ത് നീ ഫ്രണ്ട്സിന്റെ കൂടെ പോയിക്കോ, നല്ല കൂട്ടുകെട്ടൊക്കെ അത് ഒക്കെ നമുക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളുടെ ഏജ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങൾക്ക് അതിന് പറ്റും, അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ് എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനി അധികം ഫീഡ്ബാക്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് നടത്തിയ ഡിസ്കഷൻ തന്നെ തുടങ്ങാം. അതായത് ഇപ്പൊ നേരത്തെ ഒരു മാം ചോദിച്ച പോലെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളോട് നമ്മളൊരു ആവശ്യം പറയുമ്പോൾ അല്ലെ, പാല് മേടിച്ചു തരാൻ പറയുമ്പോൾ അവര് കേൾക്കില്ല. അപ്പൊ തന്നെ എനിക്ക് വയ്യ, ആദ്യത്തെ ഡയലോഗാണ് ഇന്നത്തെ കുട്ടികൾക്ക്, എനിക്ക് വയ്യ, അല്ലെങ്കിൽ വെയിലാണ്, കുറച്ച് കഴിയട്ടെ. അതേസമയം ഇപ്പൊ ആ മാം പറഞ്ഞതുപോലെ പെട്ടെന്ന് കൂട്ടുകാരെ വിളിച്ചിട്ട് ആ ഗ്രൗണ്ടിൽ പോവാ കളിക്കാൻ പോവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗാമേ ഞാൻ കളിക്കാൻ പോവാന്ന് പറയും. അപ്പൊ ഒരു വയ്യായി ഉണ്ടാവില്ല, ഡബിൾ എനർജി ആയിരിക്കും അവർക്ക്. സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഏതൊരു അമ്മയെ പോലെയും നമ്മൾ റിയാക്ട് ചെയ്യുന്നത് നേരത്തെ ഹസീന മാം പറഞ്ഞ പോലെ, ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ നിനക്ക് പറ്റില്ല അല്ലെ, കൂട്ടുകാർ വിളിച്ചപ്പോൾ നിനക്ക് ഒരു കുഴപ്പമില്ല, ഇപ്പൊ പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ശരിയാണോ എന്നറിയില്ല, പക്ഷെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പൊക്കോ, കളിക്കാനല്ലേ പോകുന്നു, നല്ല കാര്യം, മൊബൈൽ കളിക്കുന്നല്ലോ, പക്ഷെ ഒരു കാര്യം കൂട്ട, ആദ്യം അമ്മയ്ക്ക് പാലൊന്നും മേടിച്ചതാ, വൈകിട്ട് ചായ വെക്കണേ പാൽ മേടിച്ചു തന്നിട്ട് നീ വേണമെങ്കിൽ പൊക്കോ എന്ന് പറയും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ തോട്ട് പ്രോസസ്സിലായി പാല് വാങ്ങിച്ചാലേ പോവാനുള്ള പെർമിഷൻ കിട്ടുള്ളൂ എന്നുള്ളത്. പാല് വാങ്ങിച്ചാലേ വിടുള്ളൂ എന്ന് പറയുന്നതിന് പകരം നീ ആദ്യം പാല് വാങ്ങിച്ചു തന്നിട്ട് നീ വേണമെങ്കിൽ പൊക്കോ, ആരുടെ കൂടെ പോണത് മോൻ, എപ്പോഴാ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവര് വേഗം ഡബിൾ സ്പീഡിൽ പാല് മേടിച്ചോണ്ട് തരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോണമല്ലോ, പാലിലപ്പോ എന്താ വാങ്ങണ്ടേ, എക്സ്ട്രാ സർവീസ് ആണ്, അപ്പൊ എന്താ വേണ്ടതെന്നിരിക്കും. അപ്പൊ ദീസ് കൈൻഡ് ഓഫ് ചെറിയ നുസ്കയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. ബിക്കോസ് എവറി ടൈം ദിസ് ഇമോഷണൽ ആൻഡ് ലോജിക്കൽ ബ്രെയിൻ എന്ന് പറയുന്നത് ഈവൻ വി ഡു ഹാവ്, നമ്മൾ ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമുക്കും ആ ഒരു ഇതുണ്ട്. നേരത്തെ ഹസീന മാം പറഞ്ഞതുപോലെ ഒരു അമ്മയും മോളുടെ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞല്ലോ, അപ്പം ദേഷ്യപ്പെടും എന്നുള്ളതാണ്. സോ എവറി ടൈം നമുക്ക് ദേഷ്യപ്പെട്ട് തന്നെ അവരെ ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. ചില സമയത്ത് നമുക്ക് സൈലന്റ് ആയി ഇരിക്കേണ്ടി വരും. ഇതൊരു എക്സ്പീരിയൻസ്, ഇത് സൈക്കോളജിയുടെ ബേസിൽ ഒരു എക്സ്പീരിയൻസിന്റെ സ്പേസ് ഇതിൽ പറഞ്ഞതാണ്. ബിക്കോസ് ഐ ഡു ഹാവ് 2 kids in that age group. 1 is 12 and 1 is 17. അപ്പൊ ഏറ്റവും കൂടുതൽ മാം പറഞ്ഞ ഈ ഒരു സെഷനിലെ എല്ലാ കാര്യങ്ങളും ഈസ് റിലേറ്റബിൾ ആൻഡ് ഐ വാസ് വിഷ്വലൈസിങ് ഈച്ച് ആൻഡ് എവറിത്തിങ്. പിണങ്ങുന്നതും വാതിലടയ്ക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും, അതുപോലെ 12th കഴിഞ്ഞിട്ട് ഇനി എന്ത് സ്ട്രീം എടുക്കും എന്നുള്ള കൺഫ്യൂഷൻസ് ഫേസ് ചെയ്യുന്ന ഇപ്പം എന്റെ മോൻ ഒരു സ്ട്രീം തെരഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അത്ര ടെൻഷൻ ഇല്ല. പക്ഷെ തെരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരുപാട് പാരന്റ്സ് നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. സോ ഈച്ച് ആൻഡ് എവറി ലൈൻ ആൻഡ് ഈച്ച് ആൻഡ് എവറി വേർഡ് വാസ് വെരി മച്ച് റിലേറ്റബിൾ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള പാരന്റ്സിന്, ഇതിലൂടെ കടന്നു പോകുന്ന പാരന്റ്സിന് തീർച്ചയായിട്ടും ഒരു വാല്യുബിൾ സെഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുമല്ലോ, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ ചിന്തിച്ചാൽ നമുക്കറിയാം അല്ലെ, ചൂടായിട്ട് കാര്യമില്ല, സോപ്പ് ഇട്ടിട്ടേ കാര്യമുള്ളൂ, നമുക്കറിയാം. പക്ഷേ ഇത് നമ്മൾ മറ്റൊരാളുടെ വാക്കുകളിലൂടെ കേൾക്കുമ്പോഴാണ് നമുക്കത് ആ ശരിയാണ് ഹസീന മാം പറഞ്ഞത്, അന്ന് ഞാൻ ദേഷ്യപ്പെട്ടതിന് പകരം ഞാൻ ഇത് ചെയ്യണമായിരുന്നു എന്നുള്ള ആ ഒരു തോട്ട് എന്തായാലും നമുക്ക് വരും എന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി ദി സെഷൻ വാസ് വെരി വാല്യുബിൾ ആൻഡ് യൂസ്ഫുൾ ടു മോസ്റ്റ് ഓഫ് ദം. പാരന്റ്സ് തന്നെ ആവണമെന്നില്ല. ചിലവർ വിചാരിക്കും എന്റെ മക്കൾ കുഞ്ഞല്ലേ, എനിക്കിപ്പോ ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ മക്കൾ വലുതാവും, ഇതിലും 10 ഇരട്ടി ബുദ്ധിമുട്ടിലാവും നമ്മൾ ടാക്കിൾ ചെയ്യുന്നത് കാലം കഴിയും തോറും. സോ ഡെഫിനറ്റ്ലി താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സെഷൻ ഹസീന മാം. അതുപോലെ തന്നെ ഹസീന മാമിന് നല്ലൊരു ഇൻട്രോ തന്ന ഫൗസിയ മാമിനും താങ്ക് യു സോ മച്ച്. അതുപോലെ ഇത്രയും നേരം നമ്മൾ കേട്ടിരിക്കുകയും നമ്മുടെ കൂടെ ഈ ഒരു വിഷയത്തിൽ പങ്കുകൊള്ളുകയും റെസ്പോൺസ് തരികയും ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇതുപോലെ നമ്മൾ മറ്റൊരു ട്രെയിനറുമായി നമ്മൾ ഇനി വെള്ളിയാഴ്ച കണ്ടുമുട്ടുള്ളൂ. വെനസ്ഡേ വിഷു ആയതുകൊണ്ട് നമ്മളൊരു ഓഫ് എടുക്കുകയാണ്. അന്ന് നമുക്ക് സെഷൻ ഇല്ല, ട്രെയിനർ സ്റ്റോക്ക് ഇല്ല. അപ്പൊ ഇനി ട്രെയിനർ സ്റ്റോക്കിൽ നമുക്ക് വെള്ളിയാഴ്ച വേറൊരു ട്രെയിനറുമായി കണ്ടുമുട്ടാം. അതുപോലെ അന്നും ഇതുപോലെ തന്നെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ് ടു ഓൾ. താങ്ക്സ്. താങ്ക് Good യു. night, good night. Fauziya, Thank your you. Good intro was night. really good too, okay?
ഓക്കെ മാം. താങ്ക് യു. രണ്ടു ദിവസം ഗുഡ് നൈറ്റ്. ക്ലാസ് കയറില്ല, ടൈം ഉണ്ടായില്ല.